മുമ്പായിക്കൊണ്ട് ഒരു സജ്ജനങ്ങളുടെ സംഗമം വിളിച്ചു ചേർത്തിട്ട് എല്ലാ വീടുകളിലും, ഇപ്പൊ ഓരോ ക്ഷേത്രത്തിന്റെയും തട്ടകത്ത് നമുക്കൊരു 300 വീടുകള് 200 വീടുകളൊക്കെയാണ് സാമാന്യം ഉണ്ടാവും. മഹാക്ഷേത്രങ്ങളുടെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ 500 വീടുകളൊക്കെ ഉണ്ടാവും. ഇത് ഈ ക്ഷേത്രത്തിന്റെ തട്ടകം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞാൽ മറ്റൊരു മഹാക്ഷേത്രത്തിന്റെ തട്ടകം വരും. അത് നമ്മുടെ തട്ടകമല്ല, അത് ആ ക്ഷേത്രത്തിന്റെ തട്ടകമാണ്. നമ്മളുടെ തട്ടകം എന്ന് നമ്മൾ നിശ്ചയിക്കുന്ന ഇടത്തില് പരമാവധി നമുക്കൊരു 300 വീടുകൾ 400 വീടുകളൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ഈ 400 വീടുകളില് രാമായണം വായിക്കാനുള്ള ഒരു പ്രേരണ ആ വിളിച്ചു ചേർക്കുന്ന സത്സംഗത്തിലുണ്ട്. അപ്പൊ അതിലെ 400 വീടുകൾ നമുക്കറിയാം, അതിലെ 50% ചിലപ്പോൾ അമ്പലത്തിൽ വരുന്നവരുണ്ടാവും. 50% അമ്പലത്തിലൊന്നും വരാത്തവരായി. ആയിക്കോട്ടെ, നമുക്ക് അവരോട് വിരോധമുണ്ടോ? ഇല്ല. ആ 50% അമ്പലത്തിൽ വരുന്ന, അതായത് 300 വീടുണ്ടെങ്കിൽ 150 വീട്ടിലുള്ള ആളുകളാണ് ആ അമ്പലത്തൊക്കെ പ്രായോഗികമായിട്ട് നടക്കുന്നതാണ് കേട്ടോ. 150 വീടുകളിലുള്ള ആളുകളാണ് അമ്പലത്തിൽ വരുന്നതും തൊഴുന്നതും 14 ദിവസം വരുന്നതും അവരുടെ കുട്ടിക്ക് ചോറും ഉണ്ടാകുമ്പോൾ വരുന്നതും ഒക്കെ ആ 150 വീട്ടുകാരേ ഉള്ളൂ. ബാക്കിയുള്ള 150 വീട്ടുകാർ വേറെ എവിടെയെങ്കിലൊക്കെ പോകുന്നവരാണ്, അല്ലെങ്കിൽ തീരെ പോവാത്തവരാണ്. ആ 150 വീടുകളിൽ നിന്ന്, ഇത് അമ്പലത്തിനോട് ആഭിമുഖ്യമുള്ള 150 വീടുകളിൽ നിന്ന് നമ്മളൊരു സത്സംഗം വിളിച്ചാൽ എത്ര പേര് വരും? 50 പേര് വരും. ഇതൊക്കെ സ്വതവേ ഉള്ളതാണ്. 150 പേരെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, സമ്പർക്കം ചെയ്തിട്ടുണ്ടാവും, ഒരു 50 പേര് വരും. ഈ 50 പേർക്ക് നമ്മൾ ഈ സന്ദേശം കൊടുത്താൽ ആ 50 വീടുകളിൽ രാമായണം വായിക്കുമ്പോൾ 150 വീടുകളിൽ 50 വീടുകളിൽ രാമായണം വായിക്കുന്ന. അപ്പൊ ആദ്യം നമ്മള് അവിടുത്തെ ഈ വർഷത്തെ ഒരു പ്രത്യേക പദ്ധതി എന്ന നിലയ്ക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും മാതൃസമിതി ഒരു കണക്കെടുപ്പ് നടത്തണം. മാതൃസമിതിയുടെ നേതൃത്വത്തില്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയുകയാണ്, പിന്നെ എങ്ങനെ വേണം നമുക്ക് താലൂക്കിലെ തീരുമാനം എടുക്കാം. എല്ലാ ശാഖകളിലെയും മാതൃസമിതി ഈ വർഷം രാമായണ മാസത്തിന് അവരവരുടെ ശാഖകളിലെ തട്ടകത്തുള്ള എല്ലാ വീടുകളിലും സമ്പർക്കം ചെയ്യുക. രാമായണ മാസത്തിന് മുമ്പായിട്ട് ഇനി 10-17 ദിവസങ്ങളുണ്ടല്ലോ. താലൂക്കിന് ഒരു മെസ്സേജ് പാസ് ചെയ്യുക. സമ്പർക്കം ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണത്? ഈ വീട്ടിൽ രാമായണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ചോദിക്കേണ്ടത്. സമ്പർക്കം ഇപ്പൊ എത്ര വീട് സമ്പർക്കം ചെയ്യണം? ഒരു 200 വീട് സമ്പർക്കം ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ 200 വീട് സമ്പർക്കം ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് രാമായണം അവിടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആരെങ്കിലും ഇവിടെ രാമായണം വായിക്കാറുണ്ട്? ഈ രണ്ടെണ്ണേ എടുക്കേണ്ടതുള്ളൂ. രാമായണം ഇല്ല എന്ന് പറയുന്നവർക്ക് ഞങ്ങൾ നിങ്ങൾക്കൊരു പുസ്തകം തന്നാൽ നിങ്ങൾ അത് വയ്ക്കുക. അത് കൊണ്ട് ചോദിക്കുക. ഇല്ല ഞങ്ങൾക്ക് ഇവിടെ വേണ്ടാന്ന് വേണ്ട. സന്തോഷം പറയുന്ന വീടുകൾ എന്ത് ചെയ്യണം? ആ ശാഖാ സമിതിയുടെ നേതൃത്വത്തില് രാമായണം അവിടെ കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥ. അതിന് മാത്രം പൈസ ഒന്നും വരില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒട്ടാകെ 300 വീടുകളിൽ 100 വീടുകളിൽ ഉണ്ടാവാതിരിക്കും. അതിൽ ആ 100 വീട്ടിൽ ചിലപ്പോൾ വേണം പറയില്ല, ഒരു 50 വീട്ടിൽ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആ 100 വീടുകളില് നമുക്ക് എത്ര വീടുകളിലാണോ കൊടുക്കാൻ സാധിക്കുന്നത് അത്രയും വീടുകളിൽ കൊടുക്കാനുള്ള ഒരു പദ്ധതി നമ്മളുടെ നാട്ടിൽ. അപ്പൊ നമുക്ക് ആ ഓരോ ക്ഷേത്രത്തിന്റെയും തട്ടകത്തുള്ള വീടുകളില് രാമായണം എന്ന സൽഗ്രന്ഥം എത്തി എന്നെങ്കിലും നമുക്ക് സമാധാനിക്കാനായിട്ട്. ഉണ്ടെങ്കിലല്ലേ വായിക്കാം, ഇല്ലാത്തവർക്ക് വായിക്കാൻ സാധിക്കില്ലല്ലോ. വായിക്കണം എന്ന് നമ്മൾ കമാൻഡ് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ പുസ്തകം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതിനുള്ള പ്രവർത്തനം. ഇപ്പൊ 100 പുസ്തകം ഓഫർ ചെയ്യാൻ നല്ല നല്ല പബ്ലിഷേഴ്സിന്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. മാതൃഭൂമി പബ്ലിഷ് ചെയ്യുന്നുണ്ട് രാമായണം. 100 റുപ്യ 150 റുപ്യ കൊടുത്താൽ നല്ല പുസ്തകങ്ങള്. ഇത് ഒന്നാമത്തെ നമ്മളുടെ ശാഖകളിലെ മാതൃസമിതി നേതൃത്വം നടത്താവുന്ന ഒരു സമ്പർക്കം, രാമായണ സമ്പർക്കം. ചെയ്യേണ്ടത് എന്താണ്? രാമായണ സമ്പർക്കത്തില് നിങ്ങളുടെ വീട്ടില് രാമായണ പുസ്തകമുണ്ടോ? ഉണ്ട്, ഇല്ല. ആരെങ്കിലും വായിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലേ? വായിക്കണം ഒന്നും പറയണ്ട. ഉണ്ടോ ഇല്ലയോ? ചിലപ്പോ അവരുടെ അച്ഛമ്മയും അച്ഛനൊക്കെ വായിച്ചിരുന്ന പുസ്തകം ചിലപ്പോൾ പഴയത് അവരുടെ വീട്ടിലുണ്ടാവും. ഇപ്പൊ ഉള്ള ജനറേഷൻ ആരും അത് വായിക്കുന്നേ ഉണ്ടാവില്ല.
ഈ ഒരു കണക്ക് നമ്മൾ എടുത്തിട്ട് മാതൃസമിതി അവരവരുടെ ഇന്ത്യൻ യൂത്ത് മഹാസമിതിയാണ് ഈ കാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ യൂത്ത് കമ്മിറ്റി ഇരിക്കുമ്പോ ഞങ്ങൾ 100 വീട്ടിൽ ഇല്ല, 20 വീട്ടിൽ പുസ്തകമുള്ളതില് 10 വീട്ടിൽ അത് കൃത്യമായിട്ട് പാരായണം ചെയ്യും. ഒന്നാമത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ രാമായണ മാസത്തിന് മുന്നേ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അപ്പൊ ആ കമ്മിറ്റി കൂടി ആലോചിക്കും നമുക്ക് ബാക്കിയുള്ള 80 വീടുകളിൽ എത്തിക്കാൻ എന്താണ് മാർഗം, 80 വീടുകളെ വായിപ്പിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും രാമായണം വായിക്കുക. 2, നമ്മളുടെ ശാഖാ ഭാരവാഹികൾ എല്ലാവരും രാമായണം വായിക്കുക എന്നൊരു പദ്ധതി നമ്മൾ. മറ്റൊന്ന്, നമ്മളുടെ ഓരോ ക്ഷേത്രത്തിന്റെ തട്ടകത്തിലും രാമായണ മാസത്തിൽ ഒരു ദിവസം ഓരോ ശാഖകളിലും രാമായണത്തോട് ബന്ധപ്പെട്ട ഒരു പരിപാടിയെങ്കിലും നിശ്ചയിക്കുക. രാമായണത്തിനോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യപരിപാടി, ആ പരിപാടിയിൽ നമ്മൾ ഈ നാട്ടിലെ കുറച്ചാളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് രാമായണ സന്ദേശം നമുക്കവർക്ക് ആ സമൂഹത്തിന് കൊടുക്കാനായി എല്ലാ ശാഖകളിലും രാമായണ സത്സംഗം വർഷം നടത്തണം. ഇപ്പൊ നേരത്തെ മനോമോഹനേട്ടൻ പറഞ്ഞു എല്ലാ അമ്പലത്തിലും നടക്കുന്ന എന്താന്ന് വെച്ചാല് ഒരാൾ വായിക്കുക. അപ്പൊ വായിക്കാൻ പാടില്ല, ഇപ്പൊ റെക്കോർഡ് വെക്കുന്ന സ്വഭാവമായി തീർന്നിട്ടുണ്ട്. പൊതുവിൽ ഒരാൾ അങ്ങനെ ഇരുന്ന് വായിക്കേണ്ട, അപ്പൊ അങ്ങനെ ഇത് വെച്ചാൽ മതിയല്ലോ, സാധനം ഉണ്ടാവും, അത് വെച്ചാൽ എല്ലാവരും കേൾക്കും രാമായണം. അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ. അപ്പോ എന്തൊക്കെ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ വായിക്കുക, 2 നമ്മളുടെ ശാഖാ ഭാരവാഹികൾ വായിക്കുക, 3 മാതൃസമിതിയുടെ നേതൃത്വത്തില് അതാത് ശാഖകളില് രാമായണ സമ്പർക്കം ഒരു പോസ്റ്ററൊക്കെ തയ്യാറാക്കുക. കേരള ക്ഷേത്രമോത്സവ സമിതി കോട്ടക്കൽ താലൂക്ക് ശാഖകളിൽ രാമായണ സമ്പർക്കം മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യും. ചിലപ്പോ 10 എണ്ണത്തിൽ നടന്നില്ല എന്ന് വരാം, എന്നാൽ കുറച്ചെണ്ണത്തിലെങ്കിലും. അത് കഴിഞ്ഞ് അപ്പൊ എന്തൊക്കെയാണ് രാമായണ മാസ കാര്യപരിപാടികൾ എന്നുള്ളത് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ മുന്നേയുള്ള വർക്കാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഓരോ ശാഖകളിലും രാമായണ സത്സംഗങ്ങള് ഒരു അര ദിവസത്തെയോ ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഉച്ച വരെയുള്ള പരിപാടികളായിട്ട് ഓരോ ശാഖ. അത് എന്തിനാണ്? ഒരു രാമായണ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നതിന് വേണ്ടി രാമായണ സത്സംഗം ഏതെങ്കിലും ഒരു ദിവസം. മറ്റൊന്ന്, നമ്മളുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് രാമായണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനായിക്കൊണ്ട് രാമായണ വൈജ്ഞാനിക മത്സരങ്ങൾ നമ്മൾ ഇപ്പൊ നടക്കുന്നതാകെ 1, 2, 3 ക്ഷേത്രങ്ങളിലാണ് നിശ്ചയിച്ചതും അത്രയാണെന്ന് കേട്ടു. കൊട്ടൂരോ ഇന്ത്യനൂരോ പിന്നെ ഏതൊരു സ്ഥലത്താണെന്ന് പറഞ്ഞു കേട്ടത്. മുഴുവൻ ക്ഷേത്രങ്ങളിലും ഒരു പർട്ടിക്കുലർ ദിവസമാണ് ഏറ്റവും നല്ലത്. എല്ലാ ശാഖകളിലും രാമായണ വൈജ്ഞാനിക മത്സരം നടത്തേണ്ട ദിവസം. ഇപ്പൊ ആദ്യത്തെ ദിവസം പറഞ്ഞാല് 17-ാം തീയതി എന്നോ വരുന്ന വ്യാഴാഴ്ച വെള്ളിയാഴ്ച തോന്നുന്നു അല്ലേ? അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ചിലപ്പോ രാമായണത്തിന്റെ ചൂടാവുന്നേ ഉണ്ടാവും. അതിന്റെ അടുത്ത ഞായറാഴ്ചയെങ്കിലും രാമായണ വൈജ്ഞാനിക മത്സരം എല്ലാ ശാഖകളിലും നടത്തണം. അപ്പൊ അതിനെന്താ പ്രയാസം? ഒരു പ്രയാസവും ഇല്ല. ആ നാട്ടിലുള്ള നമ്മളുടെ നമ്മൾ ചേച്ചിയൊക്കെ പറഞ്ഞില്ലേ, എത്രയോ കുട്ടികൾക്ക് നമ്മളുടെ ധാർമ്മികമായ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ ഗ്രാമത്തിലും പാഠശാലകളൊന്നും ഇല്ലെങ്കിലും കുറച്ച് കുട്ടികളുണ്ടാവും. അവരെ വിളിക്കുക, രാമായണത്തിന്റെ ഈരടികൾ നമ്മളൊന്ന് വായിക്കാനായിട്ട് പറയുക. വരിയായിട്ട് കുട്ടികൾ ഇരിക്കുന്നു, 10 കുട്ടികൾ വന്നു എന്ന് വിചാരിക്കുക. LKG പഠിക്കുന്ന കുട്ടികളുണ്ടാവും, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അവർക്കൊക്കെ അതാതിനനുസരിച്ചുകൊണ്ട് എളുപ്പമുള്ള ബാലകാന്ഡം ഒരാളോട് വായിക്കാൻ പറയുക, ബുദ്ധിമുട്ടുള്ള സുന്ദരകാന്ഡം ഹൈസ്കൂളുകാരോട് വായിക്കാൻ പറയുക. അപ്പൊ എന്തായി? അവർക്കൊരു താല്പര്യം ഉണ്ടാക്കുകയാണ്. ഉരസിച്ചവും ഇത് തുടകളാൽ മറച്ചു അല്ലെ, ഉത്തമാംഗം താഴ്ത്തി വേപതുകാത്രയായി. ഇന്ന് മാധ്യമം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. രാമായണത്തില് സീതാദേവി ഇരുന്ന ഇരുത്തമാണ് ഞാൻ ഈ പറഞ്ഞ വരികളിലുള്ളത്. ഏതാണ്? ഉരസിച്ചവും ഇരു തുടകളാൽ മറച്ചുത്തമാംഗം താഴ്ത്തി വേപതുകാത്രയായി. സൂമ്പ വേണം. സൂമ്പ എന്താ മനസ്സിലായില്ലേ?
പേപ്പർ ഇന്ന് വന്നതിനും കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയ. രാമായണത്തിൽ സീതാദേവി ഇരുന്ന ഇരുത്തമാണ് ഞാൻ ഈ ശ്ലോകത്തിലൂടെ രാമായണത്തിൽ വായിക്കുന്നുണ്ടല്ലേ. നമ്മൾ വായിക്കുന്ന ഭാഗമാണ് ഇത്. വായിക്കുമ്പോ നമുക്ക് എന്താണെന്നറിയില്ല. അത് ഈ സൂമ്പയോട് ബന്ധപ്പെട്ടതാ. അതുകൊണ്ടാ സൂമ്പ പറയാൻ കാരണം. നമ്മളുടെ ധർമ്മം, നമ്മളുടെ കുലസ്ത്രീകൾ ആചരിച്ചിരുന്ന ഏത് രീതിയിലായിരുന്നു, അല്ലെങ്കിൽ എഴുത്തച്ഛൻ അത്ര വ്യക്തമായിട്ട് ആ വിഷയം പറയേണ്ടതില്ല. എത്ര വ്യക്തമായിട്ടാണ് എഴുത്തച്ഛൻ ആ ഒറ്റ ശ്ലോകത്തിലൂടെ ആ കാര്യം പറഞ്ഞത്. ഇതൊക്കെ നമുക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഞാനൊരു വരി പറഞ്ഞ പോലെ നമ്മളുടെയൊക്കെ മുത്തശ്ശനും മുത്തശ്ശിമാർക്കൊക്കെ രാമായണം വായിക്കുന്നത് കൊണ്ട് അവർക്കൊന്നും പുസ്തകം നോക്കണ്ട. നമ്മളൊരു വരി തെറ്റിയാ പറയും അവിടെ തെറ്റിയിട്ടുണ്ട്, തിരുത്തി വായിക്ക് ഇല്ലേ. ഇത് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾക്ക് നമ്മളുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ രാമായണം വായിക്കാറില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ അല്ല പറഞ്ഞത് കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെന്ത് വേണം? ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഫസ്റ്റ് നമ്മൾ ചെയ്യുക. നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നമ്മളെ സമൂഹത്തെ നിർവഹിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക. കുട്ടികൾക്ക് വേണ്ടിയിട്ട് രാമായണ പാരായണം നടത്തുക ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഏതെങ്കിലും കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടാൻ തക്കവണ്ണം ഒരു 5 മിനിറ്റ് അവരോട് സംസാരിക്കാൻ പറയുക. ഇപ്പൊ ലക്ഷ്മണോപദേശം, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നോടേ വാക്കുകൾ. ആരാ പറയുന്നത്? ആരോട് പറയുന്നു? ഇതിപ്പോ ഞാൻ പറയുമ്പോ ചിലപ്പോ നമ്മൾക്ക് ചില ആളുകൾക്കെങ്കിലും ഇങ്ങനെ കണ്ണിങ്ങനെ അങ്ങനെ അങ്ങനെ ഉരുട്ടുണ്ടാവും. ഇത് 90 ഞാൻ SLCക്ക് പഠിച്ച സമയത്ത് ലക്ഷ്മണോപദേശം പദ്യം മലയാളം രീതിയിൽ പഠിക്കാൻ കേരള പാഠാവലി ഉണ്ടായിരുന്നു. ലക്ഷ്മണോപദേശം എനിക്കിപ്പോഴും എനിക്ക് പഠിപ്പിച്ചിരുന്ന പത്മാക്ഷി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. കാരണം അത് ഈ ലക്ഷ്മണോപദേശം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായി. ഇത് നമ്മള് കുട്ടികളോട് നിങ്ങൾ അറിയുന്ന ലക്ഷ്മണോപദേശം പറയൂ. അവരെന്തെങ്കിലും കുറച്ച് പറയട്ടെ, തെറ്റോ ശരിയോ നോക്കിയിട്ടല്ല, ഏതെങ്കിലും ഭാഗം പറയുക. ലങ്കാമർദ്ദനം, സമുദ്ര ലംഘനം. കുട്ടികൾക്ക് ചിലപ്പോ ഒന്നും അറിയില്ല, അറിയുന്നത് പറയട്ടെ. പറഞ്ഞാലും മാർക്ക് കൊടുക്കണം. അവർക്ക് ഉത്സാഹം ഉണ്ടാക്കുക രാമായണത്തിൽ എന്നുള്ളതാണ്. ഈ കുട്ടിയൊക്കെ തെറ്റാണ് പറഞ്ഞത്, ഒന്നുമില്ലാന്നാവരുത്. ഏതൊരു കുട്ടികൾക്കും സമ്മാനം കൊടുത്തുകൊണ്ട് നന്നായിട്ടുണ്ട് തോള് തട്ടണം. ഒരു തട്ടിന്റെ കുറവുണ്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോ ഏത് തട്ടിന്റെ കുറവാ? ഈ തട്ടലിന്റെ ഞാൻ അതല്ല ഈ തട്ടിന്റെ കുറവ് പറഞ്ഞത് കേട്ടോ. അതല്ല അത് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ തട്ടല്ല പറഞ്ഞത്. നമ്മൾ പൊതുവിൽ ഒരാള് എന്താണെങ്കിലും ഒരാളെ നമ്മൾ അഭിനന്ദിക്കാൻ മടിക്കരുത്. അതാണ് തട്ടിന്റെ കുറവ്. കുട്ടികൾ ചെറുതായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ ഒന്ന് തട്ടാൻ നമ്മള് മറക്കരുത്. അവർക്കൊരു തലോടലും തട്ടലും എത്ര കണ്ട് ഉത്സാഹം ഉണ്ടാക്കുന്നറിയോ? അത് നമ്മളെയും അതെ. നമ്മൾ ചെറുതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ കൂടുതൽ ചെയ്യാനുള്ള ഒരു ഉത്സാഹവും കഴിവും നമ്മളിൽ വർദ്ധിക്കും. ചെയ്ത തീരെ ശരിയായില്ല, അങ്ങനെയല്ല നമ്മുടെ ചിന്താഗതി ഉണ്ടാവേണ്ടത്. നമ്മൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവരാണ്. തെറ്റിനെയും ശരിയെയും എല്ലാം ഉൾക്കൊള്ളുന്നു. ആ ഒരു നമ്മളിലുള്ള വിശാലത അങ്ങനെ വികസിക്കണം. ഒരു ഇടുങ്ങിയ ചിന്താഗതിയെ നമ്മൾ പ്രവർത്തകരില് എല്ലാത്തിനെയും ദഹിപ്പിക്കാൻ കഴിയുന്ന ആ അഗ്നി നമ്മളില്. അപ്പൊ കുട്ടികളിലെ ഈ രാമായണ സത്സംഗങ്ങൾ വിളിക്കുന്ന സമയത്ത് രാമായണ വൈജ്ഞാനിക മത്സരം നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചില കാര്യങ്ങളൊക്കെ നമ്മള് ഇപ്പോഴല്ല, കുറച്ച് മുന്നേ ഞാൻ മലപ്പുറം ജില്ലയുടെ സംഗീത സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തില് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് രാമായണ കഥാവിഷ്കാരം എന്ന് പറഞ്ഞൊരു കാര്യപരിപാടി കൊണ്ടുവന്നു. കഥാവിഷ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രാമ പോലെ തന്നെ 5-10 മിനിറ്റ് സമയം. അപ്പൊ സീതാപഹരണം കുട്ടികൾ അവതരിപ്പിക്കുക വിശാഖയിൽ. അപ്പൊ ഒരാള് മുനിയുടെ വേഷം കെട്ടിയിട്ടുണ്ടാവും, ഒരു 5 മിനിറ്റ്. അപ്പൊ
എന്തായി? ഒരു കഥാ സന്ദേശം അവരിലേക്ക് കൊടുക്കാൻ നമുക്കതിലൂടെ ഒരു ശാഖ അതിനു വേണ്ടി തയ്യാറാവുകയാണ്. 2-3 കുട്ടികളെ ഉണ്ടാവുള്ളൂ. ആ 3 കുട്ടികളെ ചിലപ്പോൾ ഒരു സീതാദേവിയുടെ ഒരു ഡ്രസ്സ് ഡീപ്പിക്കുക, ഒരു പെൺകുട്ടി കൊടുക്കുന്ന ഇത് ചെയ്യാം, ഒരു മുനീന്റെ ഡ്രസ്സ്, ഇതൊക്കെ ഒരു സന്ദേശം. അതിന് പേര് കൊടുത്തിട്ടതായിരുന്നു രാമായണ കഥാവിഷ്കാരം. ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം കൊടുക്കുക. അതും നമ്മളുടെ സമൂഹത്തിന് ഈ രാമായണം എന്ന ആ മഹത്തായിട്ടുള്ള ഗ്രന്ഥത്തെ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന, പ്രവഹിപ്പിക്കുന്ന കാര്യപദ്ധതി ആണ്. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞു? പ്രശ്നമോ അല്ല, ഒന്ന് രാമായണ പാരായണം, മറ്റൊന്ന് രാമായണ പ്രഭാഷണം എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെന്താണോ പേര് കൊടുക്കുന്നത് അത് പറയാം. ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ട് കുട്ടികളോട് പറയാൻ പറയുന്നത്. മറ്റൊന്ന് നമ്മൾ ജനറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും ഇപ്പൊ ചെയ്യുന്നത്. ഇതിലൊക്കെ തന്നെ മുതിർന്നവരുടെ പങ്കാളിത്തവും നമുക്ക് ഉറപ്പാക്കുക. കുട്ടികളുടെ കഴിഞ്ഞാൽ അടുത്തൊരു കാറ്റഗറി മുതിർന്നവർക്ക് നമ്മൾ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഈ രാമായണ വൈജ്ഞാനിക മത്സരം നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രാമായണ സന്ദേശം, ഈ രാമായണം എന്ന അമൃത് സമൂഹത്തിലേക്ക് പ്രവഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ 1ഉം 2ഉം കുട്ടി ഏത് എന്ന് തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. നമ്മളുടെ ലക്ഷ്യം എന്താണ് നമ്മൾ ഉറപ്പിച്ചാൽ ആ പരിപാടി എത്ര കണ്ട് ഭംഗിയാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. നമ്മളുടെ 10 ക്ഷേത്രങ്ങളിലും പോരാ. ഇപ്പൊ സംഘടനാ പ്രവർത്തനം ഒന്നും ആഗ്രഹിക്കുന്നില്ല, സാമൂഹ്യ ആരാധന വേണമെന്നില്ല, പാഠശാല വേണമെന്നില്ല. എന്നാൽ രാമായണത്തെ ഏറ്റുപിടിക്കുന്നുണ്ട് എല്ലാവരും. ഇന്ന് എല്ലാ സമിതി ഉള്ളതാണോ ഇല്ലാത്തോ എന്നുള്ളതല്ല, എല്ലാവരും രാമായണ പരിപാടികള് നടത്തുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ ചിട്ടയും രീതിയിലും നടത്താൻ അവർക്കൊന്നും കഴിയില്ല. അതിന് നമ്മൾ അവിടെ ഈ രാമായണ മാസത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് സമിതിയുടെ യൂണിറ്റ് ഇല്ലാത്ത സ്ഥലത്തും ഒരു രാമായണ വൈജ്ഞാനിക പഠനം നിങ്ങൾ സംഘടിപ്പിക്കണം കേട്ടോ എന്ന് ഇപ്പോ നിങ്ങളുടെ ശാഖ ഏതാ പറഞ്ഞിരുന്നത്? വെണ്ടലൂർ. ആ പേര് കിട്ടാൻ അങ്ങനെ ആലോചിച്ചത്. അപ്പൊ വെണ്ടലൂർ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു ശാഖ, ഒരു അമ്പലം. ഈ വെണ്ടലൂരിന്റെ അടുത്തുള്ള അമ്പലം സമിതിയായിട്ട് ഒരു ബന്ധവും ഇല്ല. പക്ഷെ അവിടെ ഈ രാമായണം നടക്കുന്നുണ്ട്. പിറ്റേന്ന് ഒരാൾ രാമായണം വായിക്കുന്നുണ്ട്. അതെ. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെണ്ടല്ലൂരത്തെ പ്രവർത്തകർ നമുക്ക് ഈ രാമായണ മാസത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിന്റെ അടുത്തുള്ള അമ്പലം ഏതാ? വായിക്കുന്ന അമ്പലം ഏതാ? മഹാവിഷ്ണു ക്ഷേത്രം. ആ മഹാവിഷ്ണു ക്ഷേത്രത്തില് അവിടുത്തെ കമ്മിറ്റിക്കാരോട് പറയാം, നിങ്ങൾ ഇന്ന ദിവസം ഒരു മത്സരം വെക്കും, ഞാനും വരാം. ആരാ പറയുന്നത്? ഈ അമ്മയാണ് പറയുന്നത്. നമ്മൾ അവിടെ പോയി ഒന്നും വേണ്ട, ഒരു 10 ചോദ്യങ്ങൾ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ? ഇതാരോട് പറഞ്ഞതാണ് അല്ലെ? ഇങ്ങനെയൊക്കെ പറയണം, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ. അപ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഒരു താല്പര്യം. 10 ചോദ്യം ചോദിച്ചു. അപ്പൊ അത് രാമായണ മാസത്തിന് താല്പര്യം. നമുക്ക് അവിടേക്കൊരു പദം വെക്കാനുള്ള ഇതാ നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ല നമ്മളുടെ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, സ്വധർമ്മത്തിന്റെ ശ്രേയസിന് വേണ്ടിയിട്ടാണ്. ഈ രാമായണത്തെ വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പ്രയത്നമാണിത്. ഇത് നമ്മൾ ചെയ്യണോ ചെയ്യണ്ടയോ? ചെയ്യണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രതിഭ ചേച്ചി അല്ലേ? പട്ട സെക്രട്ടറി ചില പേരിങ്ങനെ പറഞ്ഞപ്പോ അതുകൊണ്ട് ഇത്തരത്തിൽ അപ്പൊ നമ്മളുടെ 10 ശാഖയിൽ നിർബന്ധമായിട്ട് നടത്തണം. ഒപ്പം ഓരോ ശാഖയും 1ഓ 2ഓ സ്ഥലം കൂടെ ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ നമ്മളുടെ എല്ലാ ശാഖകളും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ അമ്പലത്തിൽ വായന എന്നുള്ളത് മാറ്റിയിട്ട് എല്ലാ വീടും ഇപ്പൊ നല്ല ചെയ്യുന്നുണ്ടായിരിക്കും ഇതൊക്കെ കേട്ടോ. അതൊന്നും കൂടി ബലപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വീടുകളിലും രാമായണ പാരായണം. 30 വീടുകൾ കിട്ടിയാൽ പോരെ? വല്ല പ്രയാസമുണ്ടോ ഒരു ക്ഷേത്രത്തിൽ 30 വീട് കിട്ടാന്? ആ 30 വീടുകളെ മുൻകൂട്ടി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്നാണ് ഇപ്പൊ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, എല്ലാ അമ്പലത്തിനും ഇല്ലേ? ലിസ്റ്റ് ഇടുക ഗ്രൂപ്പില്. 1-ാം തീയതി മഹാസമിതി സെക്രട്ടറിന്റെ വീട്ടില് ആദ്യം തന്നെ എഴുതി വിട്ടേക്കുക. ഒരു 10-ാം തീയതി മനോമോഹനേട്ടന്റെ വീട്ടില്, 16-ാം തീയതി അയ്യപ്പേട്ടന്റെ വീട്ടില്. അപ്പൊ ബാക്കി ഇടയിലൊക്കെ ബ്ലാങ്കുകൾ.
വിടുക. ഈ താല്പര്യമുള്ളവർ അറിയിക്കൂ. 5 ദിവസം കൊണ്ട് ഇത് ആദ്യം എങ്ങനെ വിടണം? ഒരു ബ്ലാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് പറയൂ എന്ന് പറഞ്ഞാൽ അല്ലേ? ചില ടാക്ടിക്സ് എല്ലാത്തിലും ഉപയോഗിക്കണം, ചില ടെക്നിക്കുകൾ എല്ലാത്തിലും. അത് ജീവിതത്തിൽ തന്നെ ആവശ്യമല്ലേ? ജീവിത വിജയത്തിന് അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ആവശ്യമാണ്. ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത് ആവശ്യമാണ്. ഇതറിയാത്തതാണ് നമ്മളുടെയൊക്കെ പലവരുടെയും കുഴപ്പങ്ങൾക്ക് കാരണം തന്നെ. ഇത്തരത്തിലെ എല്ലാ ശാഖകളിലും 30 ദിവസവും ശ്രീരാമ അഷ്ടോത്തര അർച്ചനയും രാമായണ പാരായണവും. അവിടെയൊക്കെ വാശി പിടിക്കുന്ന ആളുകൾ ഉണ്ടാവും. പിന്നെ അവിടെ ഈ 30 ദിവസം കൊണ്ട് ചിലപ്പോൾ രാമായണം വായിച്ച് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചാൽ മതി എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണമെന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണമെങ്കിലാണ് ഇന്നലെ എത്ര വായിച്ചാൽ നാളെ അവിടെ പോകേണ്ടി വരും. ഏത് ഭാഗത്ത് നിർത്തിയെന്ന് അവർക്കറിയില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാട്ടോ. തിരുവനന്തപുരം ഭാഗത്ത് ഈ രാമായണ മാസം എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്യാറിയോ? അവർ അമ്പലത്തിൽ ഇതേപോലെയുള്ള ഈ എല്ലാത്തിലും പറയാ സ്പീക്കർ ഉണ്ടല്ലോ, ഈ സ്പീക്കറുമായിട്ട് അമ്പല കമ്മിറ്റി എല്ലാ ദിവസവും ഓരോ വീട്ടിൽ അവിടെ ഞാൻ ഒരു തിരുവനന്തപുരം ജില്ലയിൽ രാമായണ പരിപാടി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇപ്പോ നമ്മളുടെ വീട്ടില് ഒരു റൂം വളരെ ഭംഗിയായിട്ട് പൂമാലകളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവുക, ശ്രീരാമന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. അവിടെ ഈ രാമായണവായനം മാത്രമല്ല, അവിടെ ഗംഭീര ഭജനയാണ്. ശ്രീരാമനാമ സങ്കീർത്തന അങ്ങനെ മുഴങ്ങാണ്. ആ വീടിന്റെ അടുത്തുള്ള ആളുകളൊക്കെ വന്നു. എന്തും നമുക്ക് തന്നെ അതിശയപ്പെടും. നമ്മുടെ മലപ്പുറം ജില്ലയിൽ അങ്ങനെ നടത്താറില്ല. കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രസാദമൊക്കെ എല്ലാവർക്കും പായസോ അവിലോ എന്തെങ്കിലുമൊക്കെ കൊടുത്തു. ഇങ്ങനെ നമ്മളുടെ ശാഖകളിലൊക്കെ ഈ 30 ദിവസം നമുക്ക് എന്താ വേണ്ടു? രാമായണം വായിക്കുക. അപ്പൊ രാമായണം വായിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. താല്പര്യം ഉണ്ടാവില്ല എന്ന് വെച്ചാല് താല്പര്യമുള്ളത് നടത്താൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ആ സമൂഹത്തെ കൊണ്ടുവരാനേ നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ എന്തിനാ ക്ഷേത്രത്തിന്റെ ഓരോ പരിപാടികളും നടത്തുന്ന സമയത്ത്, ഇപ്പൊ ആ വിശേഷം ഉത്സവങ്ങൾ നടത്തുന്ന സമയത്ത് ഇവിടെ അതും കൂടി ഉണ്ടെങ്കിൽ എല്ലാവരും വരുള്ളൂ അല്ലേ? നമ്മൾ കമ്മിറ്റി ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ. സമൂഹത്തിന് എന്താവശ്യമുണ്ടോ അത് കൊടുക്കാനുള്ള കേന്ദ്രങ്ങളല്ല ക്ഷേത്രങ്ങൾ. സമൂഹത്തിന് എന്താണോ ആവശ്യം അത് കൊടുക്കാനുള്ള കേന്ദ്രങ്ങളല്ല ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളെ കൊണ്ട് സങ്കല്പിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ നടത്തി സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം. മനസ്സിലായില്ലേ? ക്ഷേത്രങ്ങളെ കൊണ്ട് സങ്കല്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതാണ് ഇതിനൂടെ ഉദ്ദേശിക്കുന്നത്. ഉത്സവാഘോഷം നടത്തുന്നു, ശ്രീഭൂതബലി നടത്തുന്നു, ഉത്സവബലി നടത്തുന്നു, പള്ളിവേട്ട നടത്തുന്നു, ആറാട്ട് നടത്തുന്നു. ഇതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ആ സമൂഹത്തിൽ നടത്തി സമൂഹത്തെ പരിവർത്തനം നടത്തുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന് ഇപ്പൊ ആവശ്യം അതല്ല, എന്നാൽ അതിനനുസരിച്ച് കോഴിക്കോട്ടെ അമ്പലത്തിലെ ഉത്സവം അങ്ങനെ നിശ്ചയിച്ചുകൂടാ, നിശ്ചയിക്കരുതേ. എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെയും പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ, അയ്യപ്പേട്ടനെയും പരിഗണിച്ചിട്ടുണ്ടോ എന്ന് എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ നമ്മളുടെ പ്രവർത്തകരുടെ തന്ത്രമൊക്കെ ഉപയോഗിച്ച് ചെയ്യണം. പക്ഷെ അടിസ്ഥാനപരമായി നമ്മുടെ പ്രവർത്തകർക്ക് ഈ ബോധം ഉണ്ടായി. അപ്പൊ നമ്മള് രാമായണത്തിന്റെ വൈകുന്നേരം അതാത് വീടുകളിൽ വെച്ചുണ്ടാവുമ്പോ ചില സാന്ദർഭികമായിട്ട് ബാലിയെ വലിച്ച സമയത്ത് ബാലി വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ശ്രീരാമനോട് പറയുന്നുണ്ട്, ഇന്നെങ്ങനെ ഒളിഞ്ഞു നിന്ന് അമ്പ് ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? ഞാൻ എന്താ സീതേനാച്ചാ എവിടുന്നാച്ചാൽ അവിടുന്ന് ഞാന് കൊണ്ടു തരുന്നില്ലേ? മാത്രമല്ല വാനരന്മാരുടെ മാംസവും കൂടി ഭക്ഷിക്കാൻ നിനക്ക് പറ്റില്ലല്ലോ എന്ന് ബാലി. അപ്പൊ ചോദ്യമായി ഇന്നത്തെ ചെറുപ്പക്കാരുടെ, ശരിയല്ലേ ബാലീനെ അങ്ങനെ ഈ ഒളിഞ്ഞെന്നൊക്കെ ചെയ്യാൻ പറ്റല്ലേ എന്നൊക്കെ ചോദ്യം. അതിനൊക്കെ ഉത്തരം പറയണം. ഇങ്ങനെ രസകരമായിട്ടുള്ള ചില പോയിന്റുകള് അത്തരം നമ്മൾ 10ഓ 20ഓ ആളുകൾ ഇരിക്കുന്ന സഭയിൽ വിട്ടുകൊടുക്കണം. അപ്പൊ അവിടെ ഇങ്ങനെ കടിച്ചു കൊത്തും. അതാണ് നമുക്ക് വേണ്ടത്. അവിടെ നമ്മൾ ചില ആശയങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനും, ബാലി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും, സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ എന്താ, സുഗ്രീവൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം സുഗ്രീവൻ
നല്ല കഴുത്തോട് കൂടിയവൻ. സുഗ്രീവം, ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത്. നല്ല കഴുത്തോട് കൂടിയവനാണ്. തന്റെ ഉള്ളിലുള്ള ഈശ്വരീയ ശക്തിയെ ഈ ആധാരം വരെ എത്തിച്ച ആളാണ് സുഗ്രീവൻ. ബാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നമ്മളുടെ ഈ നാഭി പ്രദേശത്ത് ഇരിക്കുന്ന വലിയ ഒരു ഞരമ്പുകളുടെ കൂട്ടത്തെയാണ്, നാഡീ വ്യൂഹത്തെയാണ് ബാലി. അത് നമ്മൾ പറയുന്നതല്ല, സയൻസിൽ പറയുന്നതാണ്. പോട്ടെ, അത് ആ വിഷയത്തിലേക്ക് പറഞ്ഞ താത്വികമായ അർത്ഥങ്ങളൊക്കെ എല്ലാത്തിനും പറയുന്നു. സീത പരിണയം എന്താണ്, ത്രയംബകം വില്ല് എന്താണ്, എല്ലാത്തിനും സങ്കല്പങ്ങളുണ്ട് നമ്മളില്. അത് താത്വികമായ എഴുത്തറ. മറ്റൊന്ന് കഥ, പരമേശ്വരന്റെ ത്രയംബകം വില്ല് ഉദിച്ചതും. അപ്പൊ ആദ്യം കഥയെങ്കിലും പഠിച്ചാലല്ലേ തത്വാർത്ഥത്തെ നമുക്ക് ബോധിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ന് കഥയെ അറിയില്ല. അപ്പൊ കഥാതന്തുക്കളാണ് കൊടുക്കേണ്ടത്. അവരോട് ഇടയ്ക്ക് നത്തപദമാരി കൊത്താനായിട്ട് ചില വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യട്ടെ. ശരി, അപ്പൊ എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള രാമായണ അഷ്ടോത്തര അർച്ചന എന്താ വല്ല പ്രയാസം ഉണ്ടോ നോക്കിയിട്ട് നാമം ചൊല്ലി നമ്മൾ പൂവർച്ചിക്കാന്. ആ വീടിന്റെ അടുത്തുള്ള 10ഓ 20ഓ വീട്ടുകാർ വരുന്നു. അവര് ഓം ശ്രീരാമായ നമ, ഓം രാമഭദ്രായ നമ, അല്ലേ, ഓം പത്മേക്ഷനായ നമ, ഇങ്ങനെ പറഞ്ഞത് നോക്കിയിട്ട് നാമം ചൊല്ലി അർച്ചിക്കണം. ഒരു പൂജ ചെയ്യുന്ന ഫലം ശ്രീരാമാഷ്ടോത്തരത്തിന് കൊണ്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞ ശാഖകളിൽ നടത്തേണ്ടത്? ഒന്ന്, മാതൃസമിതിയുടെ നേതൃത്വത്തില് ആദ്യം രാമായണത്തിന് മുന്നായിട്ട് രാമായണ സമ്പർക്കം 1. അപ്പൊ എന്താ ചോദിക്കേണ്ടത് പറയേണ്ടതെന്ന് പറഞ്ഞു. ചെല്ല, കയറിയിരിക്കുക, ഉമ്മർത്തിരിക്കുക, ആളിരിക്കുക, എന്തൊക്കെയാ വർത്താനം? കൃഷ്ണൻ ചോദിച്ചു, വർത്താനം പറഞ്ഞു. രാമായണ മാസമൊക്കെയാണ് വരുന്നത്. രാമായണമൊക്കെ ഉണ്ടോ? വെറുതെ വന്നതാണ്. രാമായണം ഉണ്ടോ? ഒരു രീതി ഉണ്ടല്ലോ. ഞങ്ങള് കണക്കൊക്കെ വന്നതാണ് എങ്ങനെയൊന്നും പറയാം. അതൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ എന്താ ഇല്ലാഞ്ഞോ വാങ്ങിക്കോളൂ. വാങ്ങാൻ പറ്റാത്തവർക്ക് നമ്മൾ കൊടുത്താൽ മതി, നല്ല പൈസ ഉള്ളവർക്ക് നമ്മൾ കൊടുത്തോളണമെന്ന്. അങ്ങനെ ഒരു സ്നേഹപൂർവമായിട്ടുള്ള സമ്പർക്കമാണ് നടത്തുക. അതുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ ഒരു കുശലാന്വേഷണം. നമ്മളെ ഉദ്ദേശം എന്താ? അടിസ്ഥാനപരമായിട്ട് എവിടെയൊക്കെ അത് ഉണ്ട്. കൃത്യ ഡേറ്റയാണ്. എല്ലാ ശാഖകളുടെയും മാതൃസമിതിയുടെ കയ്യില് ഒരു ഡേറ്റ കിട്ടുകയാണ്. 300 വീട്ടില് 150 വീട്ടില് പുസ്തകമുള്ളൂ എന്നുള്ളത്. അപ്പൊ ശാഖകളിൽ നടത്തേണ്ട ഒന്ന് രാമായണ സമ്പർക്കം, മറ്റൊന്ന് തുടർന്ന് രാമായണ സത്സംഗം, ഏതെങ്കിലും ഒരു ദിവസം രാമായണ മാസം നടത്തുക, മറ്റൊന്ന് രാമായണ വൈജ്ഞാനിക മത്സരം. അത് ഈ പറഞ്ഞ രൂപത്തിലോ അതിൽ ഇതിലേറെ നന്നായിട്ട് നടത്തുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്ത്യനൂരൊക്കെ അങ്ങനെ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യനൂരിന്റെ പേര് കേൾക്കുന്ന രൂപത്തിൽ തന്നെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ വിദ്യാഗോപാലമൊക്കെ നമ്മളുടെ എല്ലാത്തും പേര് കേട്ടിട്ടുള്ളതാണ്. ഇന്ത്യനൂരിലെ വിദ്യാഗോപാലം എന്നുള്ളത് പണ്ട് ഞാൻ വന്നിട്ടുണ്ട്, ഇപ്പോഴല്ല, കുറെ കാലങ്ങൾക്ക് മുന്നേ. അത്രേ ഇതേപോലെ നമുക്ക് രാമായണ മാസത്തെ നന്നായി നടത്തുന്ന ക്ഷേത്രങ്ങൾ വേറെ ഉണ്ടായിരിക്കാം. അപ്പൊ ഇതിലേറെ നല്ല ആശയങ്ങളൊക്കെ പറയണ്ടാവും. ഞാൻ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പിന്തുടരുന്ന ചില 3-4 പോയിന്റുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രാമായണ സത്സംഗങ്ങൾ നടത്തുക, മറ്റൊന്ന് ആ ക്ഷേത്രത്തില് രാമായണ വൈജ്ഞാനിക മത്സരം ആ ശാഖയിൽ നടത്തുക, ആ ശാഖയുടെ നേതൃത്വത്തില് തൊട്ടടുത്ത സമിതിയുടെ യൂണിറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളില് രാമായണത്തിലുള്ള എന്തെങ്കിലും കാര്യപരിപാടികൾ നടത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ അമ്പലത്തിൽ വായന എന്നതിൽ അപ്പുറം വന്നുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ തട്ടകത്തുള്ള 30 വീടുകളെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് രാമായണ സത്സംഗം, രാമായണ പാരായണം. അതേപോലെ തന്നെ നമ്മൾ പണ്ട് സമിതി 86-ലെ വിശാല ഹിന്ദു സമ്മേളനത്തിലാണ് നമ്മൾ കർക്കിടക രാമായണ മാസമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ആ കാലഘട്ടത്തിലൊക്കെ കർക്കിടക മാസത്തെ വർഗീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ വലിയ വിപ്ലവങ്ങൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ മാധ്യമങ്ങളൊക്കെ ഇന്ന് നമുക്കറിയാം 1-ാം തീയതി കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ എല്ലാ മാധ്യമങ്ങളുടെയും മാധ്യമം പത്രം വരെ ഇന്ന് രാമായണ മാസം റിപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടം ഇല്ലേ? ഇതിന് വിരുദ്ധതയുള്ള പ്രസ്ഥാനങ്ങളുടെ പത്രങ്ങൾ വരെ ഇന്ന് ഫ്രണ്ട് പേജിൽ രാമായണ മാസം കൊടുക്കും. കാരണം അവരുടെ നിലനിൽപ്പാണ് ആ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഇന്ന് നമ്മൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവും. ഇന്ന് എല്ലാവരും നെഞ്ചേറ്റിയിട്ടുണ്ട് രാമായണ മാസത്തെ.
നമ്മളുടെ പ്രവർത്തനം കൊണ്ടാ. ഈ വിശാല ഹിന്ദു സമ്മേളനത്തിന് ശേഷം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോ സമൂഹത്തിൽ ഈ പരിവർത്തനം നമുക്ക് സാധ്യമാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു കാലത്ത് എതിർക്കപ്പെട്ടവരൊക്കെ തന്നെ ഇന്ന് ഈ വിഷയത്തെ അനുകൂലിക്കുന്നു എങ്കിൽ അത് നമ്മളുടെ പ്രവർത്തന വിജയമാണ്, നമ്മളുടെ പൂർവികരുടെ പ്രവർത്തന വിജയമാണ്. എപ്പോഴും നമ്മളുടെ മുൻകാല പ്രവർത്തകരുടെ അക്ഷീണമായ പ്രയത്നമാണ് ഇന്ന് ഇവിടെ നമ്മെ എത്തിച്ചിട്ടുള്ളത്. പൂർവകാലത്തിന് പ്രഭാവം നിമിത്തമായി, ഭൂതകാലത്തിന് പ്രഭാവം നിമിത്തമായി ഭൂതിമത്താമൊരു ഭാവിയെ നയിക്കണം. ആ ഭൂതകാലത്തിന്റെ പ്രഭാവത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു ഭാവിയെ ഉണ്ടാക്കാനായിട്ട് ഈ വർഷത്തെ രാമായണ മാസത്തെ കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുതകുന്നതായിട്ടുള്ള പരിപാടികൾ കോട്ടക്കൽ താലൂക്ക് നടത്താൻ സാധിക്കട്ടെ. അങ്ങനെ മലപ്പുറം ജില്ല സമിതിയുടെ പ്രവർത്തനത്തിൽ 2 ദൃഷ്ടിയിലാണ്, ഒന്ന് തിരൂർ മേഖലയും ഒന്ന് മലപ്പുറം മേഖലയും. മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ താലൂക്ക് ഈ വർഷം മികച്ച രീതിയിൽ നല്ല റിപ്പോർട്ടുകൾ വരട്ടെ, പത്രങ്ങളിലൊക്കെ ജില്ലാതലത്തിലുള്ള റിപ്പോർട്ടുകൾ വരട്ടെ. കേരള ക്ഷേത്ര സമിതി കോട്ടക്കൽ താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പത്രസമ്മേളനമാണെങ്കിൽ നടത്തിക്കോളൂ. പരിപാടികൾ വേണ്ടത്ര നടന്നിട്ടില്ലെങ്കിലും റിപ്പോർട്ടിൽ നമുക്ക് 1000-1500 കൊടുത്താൽ നല്ല റിപ്പോർട്ട്